അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രൊഫൈസിൻ്റെ പ്രതിനിധികളെ, രാവിലെ മുതൽ നമ്മൾ വ്യത്യസ്തമായ സെഷനുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെഷനും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരു സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ലൈഫിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. ആ കാര്യം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ലൈഫിൻ്റെ തിരക്കുകൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പിന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഒരു സമയത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് കൂടെ കൂടെ നമ്മെ വലിയ രോഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഈ രംഗത്ത് വളരെയധികം അനുഭവ സമ്പത്തുള്ള 3 പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ഈ ഒരു പാനൽ ഡിസ്കഷന് നമ്മുടെ കൂടെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എൻ്റെ ഇടതുഭാഗത്തുള്ളത് ഡോക്ടർ അബ്ദുറഹ്മാൻ സാർ, കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോ വിഭാഗത്തിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വലതുഭാഗത്തുള്ള മുസ്തഫ സാർ, നമുക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട് മെട്രോമെഡ് ഇൻ്റർനാഷണൽ കാർഡിയോളജി സെൻറ്ററിലെ ചെയർമാനും സീനിയർ കാർഡിയോളജിസ്റ്റുമാണ്. ഡോക്ടർ ഷബീർ മുഹമ്മദ് സീനിയർ നെഫ്രോളജിസ്റ്റാണ്, ആലപ്പുഴയിൽ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് നമുക്ക് നല്ലൊരു അഡ്വൈസ് തരാൻ പറ്റുന്ന 3 പേരാണ് നമ്മുടെ ഈ ഒരു പാനൽ ഡിസ്കഷനിൽ ഉള്ളത്. ഞാൻ എൻ്റെ ഒരു സമയം കൂടുതൽ എടുക്കുന്നില്ല. ഈ ഒരു ചർച്ച തുടങ്ങി വെക്കുന്നത് അബ്ദുറഹ്മാൻ സാറാണ്. നമുക്കറിയാം, മുമ്പ് നമ്മളൊക്കെ ഒരുപാട് കേട്ടുകൊണ്ടിരുന്നതിനൊരു സംഭവമായിരുന്നു ക്യാൻസർ എന്നുള്ളത്. നമ്മളെ അന്നൊരു വലിയൊരു ഭീകരമായ ഒരു കാര്യമായിട്ട് നമ്മുടെയൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അയൽപ്പക്കത്തൊക്കെ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഞെട്ടലോട് കൂടി സ്വീകരിച്ചിരുന്ന ഒരു വാർത്തയാണ്. ഇന്നത് സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിട്ട് മാറി. എന്നാൽ ഇന്ന് നമ്മൾ വളരെ യങ്ങായിട്ടുള്ള ആളുകളിലും കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക്. അപ്പോൾ ഈ രംഗത്ത് ഒരുപാട് അനുഭവങ്ങളുള്ള സാറ് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അധികരിച്ചു വരുന്നത്, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, നമ്മുടെ ജീവിതശൈലി അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എന്ത് പങ്കാണ് വഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ചർച്ച ആരംഭിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അപ്പോൾ സ്ട്രോക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രോക്ക്, അതിൻ്റെ മലയാള പരിഭാഷ പക്ഷാഘാതം, എല്ലാവർക്കും വളരെ സുപരിചിതമാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. സ്ട്രോക്ക് എന്നാൽ ഒരാൾ ഏറ്റവും അധികം അംഗവൈകല്യം കാരണം കിടപ്പിലാവുന്ന ഒരു രോഗാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രോക്കാണ്. അത് കഴിഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഒക്കെ വരും. പക്ഷേ ഏറ്റവും അധികം ലോകത്ത് അംഗവൈകല്യം മൂലം കിടപ്പിലാവുന്ന രോഗം സ്ട്രോക്കാണ്. പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണപ്പെടാവുന്ന സാധ്യതയുള്ള ഒരു രോഗവും കൂടിയാണ് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം സാധാരണയായി കണ്ടുവരുന്ന രോഗമായതുകൊണ്ട് അതിനെപ്പറ്റി എല്ലാവരും ഒരു അറിവുണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു പ്രാധാന്യം, സ്ട്രോക്ക് അതിൻ്റെ ചികിത്സ സമയബന്ധിതമാണ്. നമ്മൾ ഏറ്റവും നേരത്തെ കണ്ടെത്തി ഏറ്റവും നല്ല ചികിത്സ കൊടുത്താൽ ഒരു പക്ഷേ രോഗിയെ പൂർണ്ണമായ ഒരു രോഗശമനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്കോ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ പുതിയ ചികിത്സാ രീതികൾ കഴിഞ്ഞ ഈ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സകൾ ഉണ്ടെന്നുള്ളതും അത് സമയബന്ധിതമാണ്, വൈകി കഴിഞ്ഞാൽ ആ ചികിത്സ ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടത് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടനെ കൃത്യമായ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഒരു ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രോക്ക് എത്രത്തോളം സാധാരണയായി കാണുന്ന പറഞ്ഞാൽ എവരി 4 seconds ലോകത്തിൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ലോകത്താകമാനം 15 മില്യൺ ജനങ്ങൾക്കും ഒരു കൊല്ലം സ്ട്രോക്ക് സംഭവിക്കുന്നുണ്ട്.
അതിൽ 1.8 മില്യണോളം ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൂടാതെ ഒരു ഗ്യാങ്ങിൽ നമ്മളൊരു 4 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ജീവിതത്തിൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സാധാരണയായി കാണുന്ന ഒരു രോഗമാണിത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഹാർട്ട് അറ്റാക്കിന് വരുന്ന അതേ കാരണങ്ങളാണ്, അല്ലെങ്കിൽ കിഡ്നി ഡിസീസിന് വരുന്ന പല കാരണങ്ങളും ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാതെ വരുന്ന ഒരു രോഗം, സൈലൻറ്റ് കില്ലർ എന്നാണ് അതിന് മറ്റൊരു പേര്. അതുകൊണ്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും കൊല്ലത്തിലൊരിക്കലെങ്കിലും BP റൂട്ടായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ലക്ഷണമില്ലാതെ വരുന്നതുകൊണ്ട് നമുക്ക് ലക്ഷണം വരുമ്പോഴേക്ക് അത് ഒത്തിരി എന്താ പറയുക, അതിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞിരിക്കും. രണ്ടാമത് ഡയബറ്റീസ് ആണ്. മൂന്നാമത് സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനത്തെ അഡിക്ഷൻസാണ്. പിന്നെ ഒന്നുള്ളത് കൊഴുപ്പ്, കൊളസ്ട്രോൾ. പിന്നെ മറ്റ് കാരണങ്ങളുള്ളത് ഇപ്പോൾ ഈ ന്യൂ ലൈഫ് സ്റ്റൈൽ, അതായത് ലാക്ക് ഓഫ് എക്സസൈസ് ഇല്ലായ്മ, അതുപോലെ സ്ട്രെസ്സ്, അതുപോലെയുള്ള മറ്റ് ഒബീസിറ്റി, അത്തരം കാരണങ്ങളും ഈ സ്ട്രോക്കിലേക്ക് നയിക്കുന്നുണ്ട്. സ്ട്രോക്കിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ഡിസ്കഷൻ, ചികിത്സകളുണ്ട്, പല ചികിത്സയുണ്ട്. ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഈ സ്ട്രോക്കിൻ്റെ കാരണമായിട്ടുള്ള രക്തക്കെട്ടിനെ അലിയിച്ച് കളഞ്ഞ് ഉള്ളൊരു ചികിത്സയുണ്ട്. അത് കഴിഞ്ഞ് 6 മുതൽ 24 മണിക്കൂർ വരെ നമുക്ക് രക്തക്കുഴലിൽ വന്നിട്ടുള്ള ക്ലോട്ട് ഒരു മെക്കാനിക്കൽ ത്രോമക്ടമി, അതായത് ഒരു ചില വയറുകൾ പാസ് ചെയ്തിട്ട് ആ ക്ലോട്ടിനെ വലിച്ചെടുത്തിട്ട് ആ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് നീക്കം ചെയ്ത് സർക്കുലേഷൻ പുനഃസ്ഥാപിച്ചിട്ട് ചികിത്സിക്കുന്ന മറ്റൊരു ചികിത്സാ രീതിയുമുണ്ട്. അപ്പോൾ ഇത്ര രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു സ്കാനിങ് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ എത്തിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു OP നടത്തുന്ന ഒരു ഡോക്ടറെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലിനിക്കിലോ പോയാൽ അവിടെ ഒന്നും ഇത്തരം രോഗത്തിനൊരു ഫസ്റ്റ് എയ്ഡ് പോലും ഇല്ല. അപ്പോൾ സ്കാനിങ് ചെയ്യുക, തലയിൽ ബ്ലീഡിങ് അല്ല എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഉടനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ സ്ട്രോക്കിൽ 87%, അതായത് ഒരു മേജർ ഭാഗങ്ങളും ഈ വരുന്ന സ്ട്രോക്ക് രക്തക്കുഴൽ അടഞ്ഞിട്ടാണ്. പിന്നെ അപൂർവമായിട്ടൊരു 10 മുതൽ 15% പേർക്ക് രക്തക്കുഴൽ പൊട്ടി രക്തപ്രവാഹം തലച്ചോറിലേക്ക് രക്തമിറങ്ങി അങ്ങനെ വരുന്ന ഹെമറാജിക് സ്ട്രോക്ക് എന്ന മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഹെമറാജിക് സ്ട്രോക്കിന് നമുക്ക് ചികിത്സകൾ പരിമിതമാണ്. പക്ഷേ ഈ ഇസ്കീം സ്ട്രോക്കിന് നമുക്ക് പല ചികിത്സകളും ലഭ്യമാണ്. അത് തിരിച്ചറിഞ്ഞ് വേഗം ചികിത്സിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പല രോഗികളെയും നമുക്ക് ഒരു നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു ശമനത്തിലേക്കോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്കോ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ. ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് വലിയ അപകടം സംഭവിക്കുന്നതാണ് നമ്മൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ രംഗത്ത് സർജറി രംഗത്തും പിന്നെ ചികിത്സാ രംഗത്തും ഒരുപാട് അനുഭവങ്ങളുള്ള മുസ്തഫ സാർ നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങൾ ഇത്തരം രോഗങ്ങളിലേക്ക് പിന്നെ നമ്മളെ എത്തിക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദ്യമായി ഈ പ്രൊഫൈസ് സംഘടിപ്പിച്ച ഈ സംഘാടകരോട് എന്നെ ഇതിന് ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുവരെ രാവിലെ മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രോഗ്രാമാണിത്. ഒരു പക്ഷേ നമ്മൾ പാരത്രികമായ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ പ്രയത്നത്തെക്കുറിച്ചും ഒരുപാട് കേട്ട്, ഇത് നമ്മൾ പ്യൂർലി ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. പക്ഷേ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആരോഗ്യം ഏറ്റവും മുഖ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്തേക്കുള്ള ഇബാദത്ത് പോലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ച ഒന്നും കൂടി ആയിരുന്നു ഹാഫിയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹാഫിയത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും മുഖ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇനി എൻ്റെ സബ്ജക്റ്റായ, ഇപ്പോൾ നമ്മളിവിടെ 3 സ്പെഷ്യലിസ്റ്റുകളാണ്. ഒരാൾ ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ഞാൻ കാർഡിയോളജിസ്റ്റ് ഉണ്ട്, നെഫ്രോളജിസ്റ്റ് സംസാരിക്കാൻ പോകുന്നു. എൻ്റെ വിഷയം മനസ്സിലാകുന്നതിന് വേണ്ടി കുറച്ചൊരു സ്ലൈഡ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. യൂഷ്വലി ഇങ്ങനത്തെ ഒരു ടോക്ക് 1 മണിക്കൂർ സമയം എനിക്ക് മാത്രം വേണം. പക്ഷേ ഇത് ഒരു പാനൽ ഡിസ്കഷൻ മൊത്തം 1 മണിക്കൂറിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഫാസ്റ്റായിട്ട് എന്താണ് ഹൃദയം, ഹൃദയത്തിൻ്റെ ജോലി എന്താണ്, ഹൃദയത്തിൻ്റെ രോഗം എന്താണ്, എന്തൊക്കെയാണ് അതിനുള്ളൊരു നമ്മൾ നോക്കേണ്ടത് ഒന്ന് ബ്രീഫായിട്ട് ക്വിക്കായിട്ട് പറയാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്, എല്ലാവരുടെ ഹൃദയം നമ്മുടെ ഒരു കൈക്കുള്ളിൽ കൊള്ളുന്ന അത്ര വലുപ്പമുള്ളൂ എല്ലാവരുടെയും. നമ്മുടെ കൈ വലുതാണെങ്കിൽ നമ്മുടെ ഹൃദയം കുറച്ച് വലുതാവും. ഒരു ഏകദേശം 350 ഗ്രാമാണ് ഒരു അഡൽട്ട്, ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഈ ഹൃദയം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ നെഞ്ഞലിൻ്റെ ബാക്കിലാണ്.
അള്ളാഹു സൃഷ്ടിച്ച് ഈ ഓരോരോ അവയവങ്ങൾക്കും ഭയങ്കര പ്രത്യേകത ഉണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. പക്ഷേ ഈ അവയവത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിന് ഡാമേജ് വരാനുള്ള സാധ്യതയും ഡാമേജ് വന്നാൽ ആ ആൾക്ക് വന്നുന്ന ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അള്ളാഹു ഇതിൻ്റെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമുക്ക് പറയാം, ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബ്രെയിൻ, അബ്ദുറഹ്മാൻ സാറ് പറഞ്ഞ പോലെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോശം പോലും ഡീജനറേറ്റ് ആവില്ല. ഒരിക്കൽ ഡാമേജ് പറ്റിയ പെർമനൻറ്റ് ഡാമേജാണ്. നേരെ മറിച്ച് നമ്മുടെ ലിവർ എന്ന് പറയുന്നത് പകുതി മുറിച്ച് ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്താലും ബാക്കി പരിധി റീജനറേറ്റ് ആയി വരും. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരു കിഡ്നി എടുത്ത് കൊടുത്താലും മറ്റേ കിഡ്നി മതി. അപ്പോൾ അതേപോലെ അതുകൊണ്ടാണ് ബ്രെയിൻ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അതിനെ പടച്ചവൻ സ്കള്ളിൻ്റെ ഉള്ളിൽ കട്ടിയുള്ള എല്ലിൻ്റെ അകത്ത് ഒരു ഡാമേജും പറ്റാതിരിക്കാൻ വേണ്ടി സംവിധാനിച്ച്. ഹൃദയം അതിൻ്റെ അടുത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ നെഞ്ഞെല്ലിൻ്റെ ബാക്കിൽ വെച്ചിട്ടില്ല. പെട്ടെന്ന് നെഞ്ഞിന് നമുക്കൊരു പരിക്ക് പറ്റിയാലും ഹൃദയത്തിന് പറ്റരുത് എന്ന് കണക്കാക്കിയിട്ടാണ് വാരിയെല്ലിൻ്റെയും നെഞ്ഞെല്ലിൻ്റെയും ബാക്കിലായിട്ട് അതിനെ സംവിധാനിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നെക്സ്റ്റ്, ഇത് ഹൃദയം അതേപോലെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഡൈനമിക്കായിട്ട് 24 hours ഇങ്ങനെ ഡൈനമിക്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു അവയവം ഹൃദയമാണ്. ഒരു ദിവസം 100,000-ൽ പരം പ്രാവശ്യം അത് മിടിക്കുന്നുണ്ട്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഘർഷണം കൊണ്ട് അതിൻ്റെ ഒരു റഫ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു കവറിൻ്റെ ഉള്ളിലാണ്, ഒരു ബാഗിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്ലൂയിഡ്, നമ്മൾ എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല, എഞ്ചിൻ ഓയിലുള്ള പോലെ ഒരു ബാഗിൻ്റെ അകത്ത് കുറച്ചൊരു ഓയിൽ പോലെ ഒരു പെരിക്കാർഡിയൽ ഫ്ലൂയിഡിൻ്റെ അകത്താണ് ഇതിനെ നിക്ഷേപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ ഹൃദയം എപ്പോഴും അതിൻ്റെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് എപ്പോഴും പ്രവർത്തിക്കുക. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പിന്നെ പറയാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഈ ഹൃദയം നെക്സ്റ്റ് പ്ലേ ചെയ്യുന്നില്ല, ബാക്ക് ഈ ഹൃദയം നെക്സ്റ്റ് അത് മൂവ് ചെയ്യില്ല. ഓക്കെ, ഈ ഹൃദയം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിമിഷത്തിൽ തന്നെ ഏകദേശം 72 പ്രാവശ്യമാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ, ഒരു 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 4320 പ്രാവശ്യം ബീറ്റ് ചെയ്യും. അത് ഒരു ദിവസം 24 hours ഏകദേശം 7500 ലിറ്റർ ബ്ലഡാണ് നമ്മളുടെ ഈ 350 ഗ്രാമുള്ള ഒരു മോട്ടർ പമ്പ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ ചെറിയ ഫാമിലിയിലുള്ള ഒരു വീട്ടിലേക്ക് ഒരു 1000-1500 ലിറ്റർ വെള്ളം മാത്രം മതി മൊത്തം യൂസിന്. പക്ഷേ നമ്മുടെ ഓരോ വ്യക്തികൾക്കും 7500 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം ആവശ്യമാണ്. അത് ഏകദേശം 100,000 പ്രാവശ്യം മിടിച്ചുകൊണ്ടാണത് ഈ സർവീസ് ഹാർട്ട് നടത്തുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി മറ്റൊരു രസകരമായ കാര്യം എന്താ വെച്ചാൽ പടച്ചോൻ്റെ ഈ സൃഷ്ടി വൈഭവം നമ്മളൊക്കെ ശരിക്കും ഖുർആനിൽ ആയത്തുണ്ടല്ലോ, നിങ്ങളിലേക്ക് നോക്കൂ, നിങ്ങൾ പ്രപഞ്ച ദിക്കുകളിലേക്ക് നോക്കൂ എന്നുകൊണ്ടൊരു ആയത്തുണ്ട്. ആ ആയത്തിലൊക്കെ പറയുന്ന പോലെ നമ്മൾ നോക്കിപ്പോവും ഇത് ശരിക്കും കേൾക്കുകയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു മണിക്കൂറിന് നമുക്ക് ഏകദേശം 4000 ചില്ലറ ലിറ്റർ ബ്ലഡ് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെ ഇതൊക്കെ വെക്കുക? ഒരു 4000 ലിറ്ററിൻ്റെ ടാങ്ക് വെക്കണമെങ്കിൽ എത്ര വലിയൊരു ടാങ്ക് നമ്മുടെ പുറത്ത് ഫിറ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് പടച്ചോൻ എന്ത് സംവിധാനം ചെയ്താൽ 1 മിനിറ്റിനുള്ള ബ്ലഡ് മാത്രമേ നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുള്ളൂ. അതൊരു 5 ലിറ്ററാണ്, ഏകദേശം ഒരു 4 മുതൽ 6 ലിറ്റർ ബ്ലഡ്. അപ്പോൾ 1 മിനിറ്റിനുള്ള ബ്ലഡ് മാത്രം സർക്കുലേറ്റ് ചെയ്യിക്കുന്ന പണിയാണ് ഹാർട്ടിന്. എന്നുവെച്ചാൽ ഇതേ ബ്ലഡ് പോയി ശരീരത്തിലുള്ള എല്ലാ കാപ്പിലറീസിലൂടെ പോയി ശ്വാസകോശത്തിൽ പോയി ഓക്സിജൻ വലിച്ചെടുത്തു, വയറ്റിലേക്ക് പോയി അവിടുന്ന് ഭക്ഷണം വലിച്ചെടുത്തു, കിഡ്നിയിലേക്ക് പോയി ഫിൽട്ടർ ചെയ്തു. ഈ പരിപാടി ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യിപ്പിക്കുന്ന പണിയാണ് നമ്മുടെ ഹൃദയം ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റിലുള്ള ബ്ലഡ് ഉപയോഗിച്ചത് ഇങ്ങനെ അത് എവിടെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള സംവിധാനമൊക്കെ പടച്ചോൻ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശദമായിട്ട് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, പടച്ചോൻ 1 മിനിറ്റിന് തന്നിട്ട് നമുക്ക് 1 മണിക്കൂറിനുള്ള ബ്ലഡ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ ഒന്ന് വലിയൊരു 4000 ലിറ്ററിൻ്റെ ടാങ്ക് പുറകിൽ കെട്ടിങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഇത് ഞാൻ ഒരു അതിശയോക്തിയായി പറഞ്ഞത് പടച്ചോൻ്റെ സൃഷ്ടി വൈഭവം എത്രമാത്രമാണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ്, അതേപോലെ നമ്മുടെ ഈ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രവർത്തനം, ഇത് മൂവി ഉണ്ടായിരുന്നു, നിങ്ങൾ മറ്റേ പ്ലേ ചെയ്യണ മൂവി കാണുമായിരുന്നു. ഓക്കെ, നമ്മുടെ ഹൃദയം 0.8 സെക്കൻഡിലാണ് ഒരു ബീറ്റ്. ഫാസ്റ്റായിട്ട് ഇടിക്കുകയാണെങ്കിൽ ഈവൻ 0.5 സെക്കൻഡിലും. ഈ 0.5 സെക്കൻഡിനുള്ളിൽ 4 അറകളിലേക്ക് ബ്ലഡ് വരുന്നു. അശുദ്ധ രക്തം വലത്ത് ഭാഗത്തേക്ക്, ശുദ്ധരക്തം ഇടത്ത് ഭാഗത്തേക്ക്. അത് ഒരു വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു വാൽവ് തുറക്കുന്നു. ഇതൊക്കെ 0.8 സെക്കൻഡിനുള്ളിൽ ഒരു പ്രശ്നമില്ലാതെ നടക്കണം, എങ്കിലേ ഈ പറഞ്ഞ പരിപാടികളൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. നെക്സ്റ്റ്, ഞാൻ സമയത്തിൻ്റെ പരിമിതി കാരണം കുറച്ച് ചുരുക്കി ഫാസ്റ്റായിട്ട് പറയുകയാണ്. ഇത് നമ്മുടെ ഈ സർക്കുലേഷൻ എങ്ങനെ വലത്ത് ഭാഗത്ത് നിന്ന് അശുദ്ധ രക്തം വന്ന് ഈ ഏരിയയിൽ കൂടിയൊക്കെ പോയി ഇടത് ഭാഗത്ത് ശുദ്ധീകരിച്ച് ശരീരത്തിലേക്ക് മൊത്തം എത്തിക്കുന്ന സർക്കുലേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അഗൈൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ലാഭമായി തോന്നുന്നു. നെക്സ്റ്റ് പ്ലീസ്.
ഓക്കെ, ഇനി ചുരുക്കി പറയുകയാണെങ്കിൽ ഹാർട്ട് ഡിസീസിനെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു 3-4 ക്ലാസിഫിക്കേഷനിൽ പറയും. ഒന്ന് ജന്മനാലുള്ള ഹാർട്ട് ഡിസീസ്, വാൽവുകൾക്കുള്ള ഹാർട്ട് ഡിസീസ്, മസിലിനുള്ള ഹാർട്ട് ഡിസീസ്, പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ ഇന്നിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കൊറോണറി ഹാർട്ട് ഡിസീസ്. നെക്സ്റ്റ്, ഇതിൽ ജന്മനാലുള്ള നമുക്കറിയാം ഹാർട്ടിൽ ഹോൾ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെയുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നെക്സ്റ്റ്, അത്തരം കുറേ ഡിസീസുകളുണ്ട്. പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാനൊക്കെ ഏകദേശം 10-35 വർഷം മുമ്പ് MBBS പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹാർട്ട് ഡിസീസിനെ 3ആയിട്ട് തിരിക്കുമ്പോൾ ജന്മനാലുള്ളത് 1/3, പിന്നെ നമുക്ക് ഈ റുമാറ്റിക് ഫീവർ കൊണ്ടൊക്കെ വരുന്ന രോഗങ്ങളുണ്ടല്ലോ, അക്വയർഡ് ഡിസീസ്, അതൊരു 1/3, ബ്ലോക്ക് റിലേറ്റഡ് 1/3, അങ്ങനെ ഞങ്ങൾ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ 10-30 വർഷം കഴിഞ്ഞപ്പോഴേക്ക് പാറ്റേൺ മൊത്തം മാറി. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം, നമ്മുടെ ഈ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്താൽ തന്നെ ഓരോരോ കാലഘട്ടത്തെ ഓരോരോ രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 200 കൊല്ലം മുമ്പ് 300 കൊല്ലം മുമ്പൊക്കെ ഈ പ്ലേഗ് കൊണ്ട് ലോകം മൊത്തം, നമ്മൾ കൊറോണ കൊണ്ട് പേടിച്ച പോലെ ലോകം മൊത്തം സ്റ്റക്കായിട്ടുള്ള പല അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് യൂറോപ്പിൽ 350 കൊല്ലം മുമ്പ് അവിടുത്തെ പോപ്പുലേഷൻ്റെ 1/3 മൊത്തം മരിച്ചുപോയി. മറവ് ചെയ്യാൻ പറ്റാതെ റോഡുകളിൽ ശവങ്ങൾ കടന്നിരുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ആ പ്ലേഗിന് എന്ന് ചികിത്സിക്കണമെങ്കിൽ 2 രൂപൻ്റെ ടെട്രാസൈക്ലിൻ മതി. അതാണ് ഏറ്റവും വലിയ രസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ കൊറോണയെ പറ്റി ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ആളുകൾ ഇതേപോലെ സംസാരിക്കുമായിരിക്കാം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഡിസീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/3 പോയി 90% എന്തായി? ഹാർട്ട് ഡിസീസ് വന്നിട്ട് കൊറോണറി ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് റിലേറ്റഡ് ആയി. മാത്രമല്ല ഇന്ന് ലോകത്ത് നമ്പർ 1 കില്ലർ ഡിസീസ് എന്ന് പറയുന്ന, ലോകത്ത് മനുഷ്യർ മരിക്കുന്നതിൻ്റെ നമ്പർ 1 നിൽക്കുന്നത് ഹാർട്ട് ഡിസീസാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ സ്ട്രോക്കാണ്, പിന്നെ കിഡ്നി ഡിസീസാണ്, ക്യാൻസറാണ്, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ചൊരു അവബോധം പബ്ലിക്കിന് ഉണ്ടാക്കുക എന്നുള്ള ഒരു മിഷനാണ് എൻ്റെ ഈ ടോക്കിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഐ സ്കിപ്പ് സം മോർ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, ഇത് അഗെയിൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, നമ്മൾ ഈ ആൻജിയോഗ്രാം നോക്കിയിട്ടാണല്ലോ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതകളൊക്കെ പലപ്പോഴും, അതിനുള്ള ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു ആൻജിയോഗ്രാമിൻ്റെ പിക്ചറാണ്. ഈ ബ്ലോക്ക് നമ്മുടെ ഹൃദയത്തിൽ എവിടെ വരുന്നോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ്. ഫോർ എക്സാമ്പിൾ, ഒരു മേജർ രക്തക്കുഴലിലാണ് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു മേജർ അറ്റാക്കിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനെ മേജർ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എവിടെയുണ്ട്, എത്രയുണ്ട് എന്നതൊക്കെ അനുസരിച്ചിരിക്കും. നെക്സ്റ്റ്, ഇത് പ്ലേ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് കാണിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇറ്റ് ഇസ് പ്ലേയിങ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തക്കുഴലിനെ വലുതാക്കിയ ഒരു ആനിമേഷനാണ് ഇത് കാണിക്കുന്നത്. ഈ രക്തക്കുഴലിൻ്റെ അകത്ത് ആ മഞ്ഞ കളറിൽ കാണുന്നതാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. കൊഴുപ്പൊക്കെ അടഞ്ഞ് നമ്മുടെ പൈപ്പിൻ്റെ അകത്തൊക്കെ തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ രക്തക്കുഴലിൻ്റെ അകത്ത് തുരുമ്പ് പിടിച്ച് അടയുന്നതിനാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് പെട്ടെന്ന് പൊട്ടിയിട്ട് ഇതേപോലെ രക്തം കട്ട പിടിച്ചിട്ട് സഡനായിട്ട് ഒരു ബ്ലഡ് സപ്ലൈ നിൽക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുക. സെയിം സംഭവമാണ് ബ്രെയിനിൽ ഡോക്ടർ പറഞ്ഞ സ്ട്രോക്കും സംഭവിക്കുന്നത്. ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒരേ രോഗമാണ്, സ്ഥലം മാത്രം വ്യത്യാസം. ഒന്ന് ഹാർട്ടിൻ്റെ അകത്ത് രക്തം നിന്ന് പോകുന്നു, ഒന്ന് ബ്രെയിനിൻ്റെ അകത്ത് നിന്ന്. അതിൻ്റെ ഇമ്പാക്റ്റും ആ സ്ഥലത്തിനനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആനിമേഷൻ കണ്ടാൽ എന്താണ് സാധാരണ രീതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്. പിന്നെ ഇപ്പം ഹാർട്ട് അറ്റാക്കിന് ഇപ്പം നമുക്ക് ഒരു ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ 3 രീതിയിലാണ് ചികിത്സ. ഒന്ന് മെഡിക്കൽ, പിന്നെ ഒന്ന് ആൻജിയോപ്ലാസ്റ്റി, ഒന്ന് ബൈപ്പാസ് സർജറി. അഗെയിൻ അത് ആ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് അതിന് തീരുമാനമെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ടു സേവ് സം ടൈം. നെക്സ്റ്റ്. ഇത് ഒരു ആൻജിയോഗ്രാമിൻ്റെതും ആൻജിയോപ്ലാസ്റ്റിയുടെയും പിക്ചറാണ്. അത് നിങ്ങൾക്കൊരു ബ്രോഡായിട്ട് ഇതിൽ മനസ്സിലാക്കാം. അത് മൂവി പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും നമ്മളിങ്ങനെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ഓക്കെ, മൂവി പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹാർട്ടിലുള്ള രക്തക്കുഴലിൽ മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിലൂടെ നമുക്ക് ഇതൊരു ആൻജിയോ ചെയ്യുന്നത് മൂലം നമുക്ക് എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങളെല്ലാവരും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. നെക്സ്റ്റ്. ഇത് നമ്മുടെ രക്തക്കുഴലിൽ പല സ്ഥലങ്ങളിലുള്ള ബ്ലോക്ക് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതാണ്. നെക്സ്റ്റ്. ഓക്കെ, ഇതൊന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ രക്തക്കുഴലിൻ്റെ അകത്തുള്ള ഈ ബ്ലോക്കുകളെ ബലൂൺ വെച്ച് നീക്കി അവിടെ നമ്മൾ സ്റ്റെൻറ്റ് പ്ലേസ് ചെയ്യുന്നതാണ് അപ്പുറത്ത് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഹൃദയ രക്തക്കുഴലുകളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സെയിം പ്രൊസീജിയർ നമ്മൾ ബ്രെയിനിലും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അബ്ദുറഹ്മാൻ സാർ അത് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ ഈ പ്രൊസീജിയറാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്. ഇത് ബൈപ്പാസ് സർജറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് ബ്ലോക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു വെയിൻ
കണക്ട് ചെയ്തിട്ട് ബൈപ്പാസ് ചെയ്യുക മാത്രമാണ് നിവൃത്തിയുള്ളത്. നെക്സ്റ്റ്. പിന്നെ ഒരുപാട് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പേസ് മേക്കറൊക്കെ പണ്ട് സർജറി ചെയ്തിരുന്ന പേസ് മേക്കറായിരുന്നു. ഇപ്പോൾ വെറും ക്യാപ്സ്യൂളിൻ്റെ സൈസ് മാത്രമുള്ള പേസ് മേക്കറൊക്കെ വന്നു. ഇന്ന് ഓപ്പൺ സർജറി ഇല്ലാതെ തന്നെ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അതേപോലെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് കാർഡിയോളജിയിൽ വന്നിട്ടുണ്ട്. ഇത്തരം പ്രൊസീജിയറൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ നമുക്കിന്ന് കഴിയുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. നെക്സ്റ്റ്. അത് വേണ്ട. നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് കുറച്ചും കൂടി. ഇത് ഞാൻ ആക്ച്വലി ഒരു വലിയൊരു ടോക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് നമ്മുടെ സമയത്തിന്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇത്രയൊക്കെ പറഞ്ഞത് ഹൃദയം എന്താണ്, ഹൃദയത്തിൻ്റെ ജോലി എന്താണ്, അതിൻ്റെ രോഗം എന്താണ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഈ നിങ്ങൾക്ക് കാണാൻ അല്പം പോലും ഭംഗിയില്ലാത്ത ഈ സ്ലൈഡിലാണ് കാര്യം കിടക്കുന്നത്. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ മനുഷ്യരാശിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോരോ കാലഘട്ടത്തെ ഓരോ രോഗം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഉപ്പാമാർ ഇപ്പോൾ വളരെ പ്രായമുള്ള 80-90 വയസ്സ് പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവരുടെ ചെറുപ്പകാലത്ത് അന്ന് കോളറ, വസൂരി, പിന്നെ TB ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ ഫേസ് ചെയ്തിരുന്ന ഹെൽത്ത് പ്രോബ്ലം. ഇന്ന് പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കുന്നേ ഇല്ല. ഇന്ന് നമ്മൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി, ഇതിനെ നമ്മൾ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റം രോഗങ്ങളായി മാറുക എന്നുള്ളതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം കാരണമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഡയബറ്റീസ് അതിൽ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തത് ഹൈ BP, മൂന്നാമത് ഹൈ കൊളസ്ട്രോൾ, നാലാമത് ഒബീസിറ്റി, അഞ്ചാമത് ലാക്ക് ഓഫ് എക്സസൈസ്, ആറാമത് സ്ട്രെസ്സ്, ഏഴാമത് സ്മോക്കിംഗ്, എട്ടാമത് ഫാമിലി ഹിസ്റ്ററി. ഈ സംഗതികൾ എന്തെങ്കിലും ഒന്നില്ലാതെ സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ മറ്റ് ഇന്നത്തെ കാലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാറില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് ഈ റിസ്ക് ഫാക്ടേഴ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുള്ളവനക്ക് ഒരിരട്ടി സാധ്യത, രണ്ടുള്ളവനക്ക് രണ്ടിരട്ടി സാധ്യത, മൂന്നുള്ളവനക്ക് അത് 4 ഇരട്ടിയായിട്ട് പോകും, 4 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 8 ഇരട്ടിയായി പോകും, 5 റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ 16 ഇരട്ടിയായി പോകും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഷുഗറുള്ള ഒരാളാണെങ്കിൽ അയാൾ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഡബിൾ ആവും. ഷുഗറും കൊളസ്ട്രോളും കൂടി ഉള്ള ആൾ സ്മോക്ക് ചെയ്താൽ ചിലപ്പം 4 ഇരട്ടിയും 8 ഇരട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ടോക്കിൻ്റെ, ഞാൻ ആക്ച്വലി കാർഡിയോളജിസ്റ്റാണ്, നിങ്ങൾക്കറിയാം. ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ആക്ച്വലി ഹാർട്ടിനെ ചികിത്സിക്കുന്നതിനെ പറ്റിയല്ല, ഹാർട്ടിൻ്റെ പ്രിവെൻഷനാണ്. ബിക്കോസ് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഇന്ന് നമുക്കറിയാം ചികിത്സ വളരെയധികം എക്സ്പെൻസീവ് ആയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഹൃദയരോഗം നിങ്ങൾ പറയുകയാണെങ്കിൽ ഹൃദയരോഗം ഈസ് 90% പ്രിവെൻറ്റബിൾ എന്നാണ്. നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, ആ റിസ്ക് ഫാക്ടേഴ്സിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തുള്ളൂ. നമ്മളെ ഉമ്മനി വാപ്പനി ഇനി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. കാരണം അവർ ജനറ്റിക്കലി നമുക്ക് തന്ന റിസ്ക് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. നേരെ മറിച്ച് ഷുഗർ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാം, പ്രഷർ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാം, കൊളസ്ട്രോൾ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ഓവർ ബോഡി വെയിറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, എക്സസൈസ് നിങ്ങൾക്ക് തുടക്കാം, സ്ട്രെസ്സ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, സ്മോക്കിങ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ ബാക്കിയുള്ളത് ഫാമിലി ഹിസ്റ്ററി മാത്രമാണ്. ഫാമിലി ഹിസ്റ്ററി മാത്രമാണ് ഇന്ന് മാറ്റാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇത്തരം റിസ്ക് ഫാക്ടേഴ്സിലുള്ള ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗം ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, ഞങ്ങൾ പറയാം 80-90% ഹാർട്ട് ഡിസീസ് ഇസ് പ്രിവെൻറ്റബിൾ. ആൻഡ് അതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമാകുന്നത് എന്നുള്ള ഒരു മെസ്സേജ് ആക്ച്വലി ഞാൻ പറയുകയല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അതേപോലെ വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ഒക്കെ അവസാനം കണ്ടെത്തി എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് ഡിസീസൊക്കെ ചികിത്സിച്ചിട്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല, ഇതിനെ പ്രിവെൻറ്റ് ചെയ്യൽ മാത്രമേ മാർഗമുള്ളൂ. അതല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ ആളുകൾ ചികിത്സ കിട്ടാതെ അങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കും എന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഹെൽത്ത് പ്രോബ്ലമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി വേൾഡ് ഹാർട്ട് ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നതാണ് ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ. ഇനി ഇൻഷാല്ലാ നമുക്ക് സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ മറ്റ് നിങ്ങളുടെ സംശയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനിലേക്ക് തുടങ്ങാം. വൺസ് അഗൈൻ താങ്ക് യു. ചുരുങ്ങിയൊരു സമയം കൊണ്ട് വലിയൊരു പാഠമാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന മറ്റൊരു വലിയൊരു ഏരിയയാണ് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ജനപ്രതിനിധികൾക്ക് അവരുടെ മണ്ഡലങ്ങളിൽ ഒരു മിനിമം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുക എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രകടന പത്രികയിൽ അതിന് സ്ഥാനം കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് അതൊരു നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയൊരു നേട്ടമായിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നുള്ളത്. അപ്പോൾ ഈ രംഗത്ത് നമുക്ക് എന്തൊരു അവയർനെസ്സാണ് കൊടുക്കാനുള്ളതെന്ന് ഡോക്ടർ ഷബീർ സാറ് പറയും.
അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. ആദ്യമായി ഇങ്ങനെ ഒരു വേദി ഈ പ്രൗഢമായ സദസ്സിൽ ഒരുക്കി തന്ന വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 2 കില്ലേഴ്സിനെ പറ്റിയിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. കിഡ്നി ഡിസീസും കിഡ്നി ഫെയിലറും ഈ 2 അസുഖങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കില്ലർ ഡിസീസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. അതായത് നമ്മളുടെ കേരള സർക്കാർ ഒരു വർഷം ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക ഏതാണ്ട് 800 കോടി രൂപയാണ്. നമ്മളുടെ ഏകദേശം നമ്മളുടെ ആരോഗ്യ ഇൻഷുറൻസിന് ചെലവഴിക്കുന്ന തുകയുടെ 40% വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചികിത്സ നൽകുവാൻ വേണ്ടി മാത്രമാണ് ചെലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. തന്നെയുമല്ല, ഓരോ ദിവസവും ഈ വൃക്ക രോഗത്തിന് വേണ്ടിയിട്ട് ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും ആവശ്യമായി വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇതിന് പ്രധാനമായും വന്നിരിക്കുന്ന കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ കൂടുതൽ ഡയാലിസിസ് സൗകര്യങ്ങൾ ലഭ്യമാകുന്നതും വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലും നമ്മൾ ഡയാലിസിസ് ചെയ്ത് അവരുടെ ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന ചാരിറ്റി ഡയാലിസിസ് സെൻ്ററുകളും എല്ലാം ഇതിനൊരു കാരണമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഈ നിലയിലുള്ള ഡയാലിസിസ് വേണ്ടി വരുന്ന രോഗത്തിൽ നിന്നും ആളുകളെ തടയാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതിൻ്റെ കാരണം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ തടയുക എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് ഈ പറയുന്നത് പോലെ എളുപ്പം നമുക്ക് സാധിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ജീവിതശൈലി രോഗങ്ങളിൽ തടയുക എന്നുള്ളത്. കാരണം ജീവിതശൈലി എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് നമ്മളുടെ ഒരു റുട്ടീൻ, അതായത് ഒരാളുടെ ദിനചര്യ അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ അത് ജീവിതശൈലിയിൽ മാറ്റമുണ്ടായാൽ മാത്രമേ ആ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഭൂരിഭാഗം മനുഷ്യരുടെയും അവരുടെ റുട്ടീൻ, അതല്ല ദിനചര്യ രൂപപ്പെട്ട് വരുന്ന ഒരു പ്രായം, ഒരു അഡോളസൻ്റ് ഏജ്, അതായത് ഒരു കൗമാരപ്രായത്തിൽ കഴിഞ്ഞ് യുവത്വത്തിൽ എത്തുമ്പോഴേക്കും തന്നെ അവരുടെ ജീവിതശൈലി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അതിലേക്കൊരു മാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രമകരമായൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് അനാരോഗ്യകരമായൊരു ജീവിതശൈലി ഉണ്ട്, അതിനെ നമുക്ക് ആരോഗ്യകരമായൊരു ജീവിതശൈലിയാക്കി മാറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി നമ്മളിതിൻ്റെ മർമ്മം. അപ്പോൾ എങ്ങനെ നമുക്കിത് സാധിച്ചെടുക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതിനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അതൊരു വെല്ലുവിളിയായിട്ട് മനസ്സിലാക്കുകയും ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ, നമ്മളുടെ ഒരു ദിവസത്തെ നമ്മൾ ദിനചര്യ എഴുതി വെക്കുകയും അതിനകത്ത് ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലികൾ എന്തെല്ലാമെന്നും അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലികൾ എന്തെല്ലാമെന്നും ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നമ്മൾ 1 by 1 ആയിട്ട് നമ്മളുടെ അനാരോഗ്യകരമായ ജീവിതശൈലിയെ കണ്ടുപിടിക്കുകയും അതിനെ ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറ്റുകയും ചെയ്താൽ മാത്രമേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരിശ്രമം നമ്മൾ ഉണ്ടാകണം. വ്യക്തികളിൽ ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളൊരു സമൂഹത്തിൽ നമ്മൾ ഉണ്ടാകുകയും വേണം. കാരണം സാമൂഹ്യമായി ഉണ്ടാകുന്ന ഒരു ജീവിതശൈലിയുള്ള മാറ്റം തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾക്കതൊരു പ്രചോദനവും. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വളരെ വിസിബിലിറ്റി ഉള്ളൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആരോഗ്യകരമായ ഒരു ശൈലി നമ്മളുടെ സമൂഹത്തിൽ രൂപപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കൂടുകയും നമ്മൾക്ക് അതിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ അതേസമയം നമ്മുടെ സമൂഹത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അനാരോഗ്യകരമായ ഒരു ജീവിതശൈലിയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം മനുഷ്യരും അത്തരത്തിലുള്ള ജീവിതശൈലികളിലേക്ക് പോവുകയും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അനാരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം നമ്മളുടെ ചുറ്റും വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അത്തരം പ്രലോഭനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വളരെയധികം പ്രയാസകരമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം പല നിലയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നമുക്ക് അത്തരം ഇൻഫോർമേഷനുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ
നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രായോഗിക വശത്തിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ട്രെൻഡിൻ്റെ പുറകെയാണ് പോകുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ്, അത്തരത്തിലുള്ള ട്രെൻഡുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ജീവിതശൈലി രോഗത്തിൻ്റെ എപ്പിഡമിക്, ആ ഒരു പകർച്ചവ്യാധി പോലെ പടർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ ഡയാലിസിസ് യൂണിറ്റുകൾ തുറക്കുന്നതിന് പകരം നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ പൂട്ടി അതിൻ്റെ ആവശ്യമില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് ഒരു ഭാവി കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി, അതായത് പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയും യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മളുടെ ബർത്ത് റേറ്റിൽ, അതായത് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഏതാണ്ട് 30% കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ മുതിർന്ന ആളുകൾ മാത്രമുള്ള ഒരു സൊസൈറ്റിയിൽ ഇതുപോലെയുള്ള ചികിത്സ ഈ യുവാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാവുകയും അവർക്ക് ഇത് താങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോവുകയും അങ്ങനെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും അത് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, നമുക്ക് വളരെ പ്രസക്തമായ 3 ഏരിയകളാണ് ഇവിടെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. നേരത്തെ ഡോക്ടർ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ച ഒരു വാചകം വല്ലാണ്ട് ശ്രദ്ധിച്ചു. വലിയൊരു ബാധ്യതകളിലേക്ക് നമ്മുടെ ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ഈ ഒരു സെഷന് നമ്മുടെ ഒരു സദസ്സിനുള്ളൊരു ചെറിയൊരു സമയം കൂടി അനുവദിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ള പാനലുകൾ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളോട് കുറഞ്ഞൊരു സമയം ചോദിക്കാനുള്ളൊരു സമയം നമ്മൾ അനുവദിക്കുകയാണ്. സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ മൈക്ക് എടുക്കാവുന്നതാണ്. നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റുമായുള്ള ഡോക്ടറോടാണ്. ഇപ്പോൾ കോമൺലി നമ്മൾ യുവാക്കളെല്ലാം അടക്കം, ഇപ്പോൾ ഞാനടക്കം സഫർ ചെയ്യണ യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് കിഡ്നി എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ എത്രത്തോളം. അത് ഇപ്പോൾ പല ആളുകളിലും ചെറിയൊരളവ് വന്നാൽ തന്നെ അതിൻ്റെ പെയിൻ ആരംഭിക്കുന്നു. എന്നാൽ അതിനേക്കാളും കൂടുതൽ അളവുള്ള ആളുകൾക്ക് അത്ര പെയിൻ ഫീൽ ചെയ്യാറില്ല. അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട് നല്ല റിലേഷൻ ഉണ്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് കോമൺ ആയിട്ടൊന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുന്നു. യൂറിക് ആസിഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂറിക് ആസിഡ് 2 നിലയിൽ കിഡ്നിയെ ബാധിക്കാനുള്ള കാരണമാകുന്നുണ്ട്. ഒന്ന്, അത് യൂറിക് ആസിഡ് ഒരു വാസ്കുലോ ടോക്സിക് ആയിട്ടുള്ള സംഗതിയാണ്. അതായത് നമുക്ക് രക്തക്കുഴലുകളുടെ അകത്ത് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ദീർഘകാലം കഴിയുമ്പോൾ ഹാർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ രക്തക്കുഴലുകളിലും ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിന് ഒരു കാരണമായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറിക് ആസിഡ് സ്റ്റോൺ രൂപപ്പെടുകയും ഈ യൂറിക് ആസിഡ് സ്റ്റോൺ ദീർഘകാലം നിലനിൽക്കുകയും അത് നമ്മൾ ചികിത്സിക്കാതെ വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കിഡ്നിയുടെ അകത്ത് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ യൂറിക് ആസിഡ് സ്റ്റോൺ താരതമ്യേന നമുക്ക് എളുപ്പം ചികിത്സിക്കാവുന്ന ഒരു കിഡ്നി സ്റ്റോൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടൈംലി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് യൂറിക് ആസിഡ് നമുക്ക് അത്തരത്തിലുള്ള ഒരു കിഡ്നി ഫെയിലറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ചികിത്സിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മളങ്ങനെ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. യൂറിക് ആസിഡ് പലപ്പോഴും ആളുകളിൽ കാണുന്നത് മെറ്റബോളിക് ഹെൽത്ത് മോശമാകുമ്പോഴാണ്. മിക്കവാറും കേസുകളിൽ മെറ്റബോളിക് ഹെൽത്ത് മെച്ചപ്പെടുമ്പോൾ, അതായത് നമ്മൾ ജീവിതശൈലി മെച്ചപ്പെടുമ്പോൾ തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അങ്ങനെ അല്ലാത്ത ചില ആളുകളുണ്ട്, അതായത് ഫെമിലിയലായിട്ട്, അതായത് ജനറ്റിക്കായിട്ട് തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലുള്ള വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതശൈലിയിലുള്ള മാറ്റത്തിനോടൊപ്പം തന്നെ ചിലപ്പോൾ അതിനുള്ള മെഡിക്കേഷൻസും എടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ചർച്ച ചെയ്യണമെന്ന് തോന്നിയ ഒരു പോയിന്റ്, നമ്മളിപ്പോഴത്തെ ഒരു ജീവിതശൈലിയിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ ഒരു ഉറക്കം വൈകുക എന്നുള്ളത് പ്രത്യേകിച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റ് മേലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയം, അതല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന ശീലം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം നമുക്ക് പലർക്കും വളരെ വൈകിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് തോന്നുന്നത്. അബ്ദുറഹ്മാൻ സാർ ഒന്ന് പിടിച്ചെടുത്താണ്.
ഉറക്കത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉറക്കം നമുക്ക് വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. പല കാര്യങ്ങൾക്കും ഉറക്കം ആവശ്യമാണ്. നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കിട്ടുന്ന ഉറക്കത്തിലാണ്. നമ്മുടെ ഡേ ടൈമിൽ ഉണ്ടാകുന്ന എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും നമ്മൾക്ക് പോയി കിട്ടുന്ന ഉറക്കത്തിലൂടെ. അപ്പോൾ ഈ ഉറക്കം കുറയുന്നതോട് കൂടി നമ്മളെ ബ്രെയിനിന് തന്നെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഉറക്കം കുറയുമ്പോൾ നമ്മുടെ മെമ്മറി കുറയും. അതുപോലെ നമുക്ക് ഡേ ടൈമിൽ നമുക്ക് കോൺസെൻട്രേഷനും അറ്റൻഷനൊന്നും കിട്ടൂല. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകാനും ആക്സിഡൻറ്റ്സ് വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളെ മെറ്റബോളിക് ഫങ്ഷൻസൊക്കെ ഡീറേഞ്ച്ഡ് ആവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ കാലത്ത് പലപ്പോഴും ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ നോക്കി ബ്ലൂ ലൈറ്റ് കാരണം അത് നമ്മളെ ഉറക്കം ബ്രെയിനിന് നല്ലൊരു ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ഉറക്കത്തെക്കുറിച്ചൊരു ഇത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഭയങ്കര പ്രചാരം കിട്ടിയിരുന്നു, ഒരുപാട് ആളുകൾ കണ്ടു. ഉറക്കത്തിൽ 2 കാര്യമാണ്. ഒന്ന്, മിനിമം നമ്പർ ഓഫ് അവേഴ്സ്. നമ്മൾ ആക്ച്വലി ഐഡിയൽ സ്ലീപ്പ് എന്ന് പറയുന്നത് 6 to 8 hours ആണ്. അത് ഒരാൾക്ക് 6 മണിക്കൂർ, ചില ആളുകൾക്ക് ഇത് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവാം, എക്സ്ട്രീം വേരിയേഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ചില ആളുകൾ 2 മണിക്കൂർ ഉറങ്ങുള്ളൂ, 3 മണിക്കൂർ. പക്ഷേ പൊതുവേ ഉള്ളത് 6 to 8 hours. ഒരാൾക്ക് 8 hours ഉറങ്ങാൻ പറ്റിയാൽ അത് ലക്സുറിയാണ്. 6 hours ഉറങ്ങാൻ പറ്റിയ മിനിമമാണ്. ഇതിൻ്റെ ഇടയിലാണ് ഉറങ്ങേണ്ടത്, നമ്പർ 1. നമ്പർ 2, ആ ഉറക്കത്തിൻ്റെ നമ്മുടെ ഒരു ഇന്നർ ക്ലോക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഒരു സർക്കാഡിയൻ റിതം എന്ന് പറയും, അതുമായിട്ട് മാച്ച് ആവണം. ഞാനിപ്പോൾ അടുത്ത് തന്നെ വേറൊരു ഇതിൽ പറഞ്ഞതാണ് ഇതുപോലെ, ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ മൊത്തം എടുക്കും. കോടാനുകോടി ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണല്ലോ മനുഷ്യൻ. ബാക്കി ഒരു ജീവജാലവും ക്ലോക്ക് നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. അവരൊക്കെ അവരുടെ ഒരു ഇന്നർ ക്ലോക്ക്, അതേമാതിരി പ്രകൃതിയുടെ ഒരു ഇന്നർ ക്ലോക്ക്, പ്രകൃതിയുടെ ഒരു ചലനവുമായിട്ട് നമ്മളറിയാത്ത ഒരു കണക്ഷൻ ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരൊക്കെ ഉറങ്ങുന്നത്. കിളികൾക്ക് എപ്പോൾ ഉറങ്ങണം, ആടിന് എപ്പോൾ ഉറങ്ങണം, പൂച്ചയ്ക്ക് എപ്പോൾ ഉറങ്ങണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ആ സർക്കാഡിയൻ റിതവുമായിട്ട് മേജ് ചെയ്തിട്ട് അവർ കറക്റ്റ് ടൈമിൽ ഉറങ്ങും. അതുകൊണ്ട് ആ സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. 6 to 8 hours ഉറങ്ങിയാൽ മാത്രം പോരാ. ഏറ്റവും ബെസ്റ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 10 to 4 ആണ്. രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെയുള്ള ഉറക്കമാണ് ഏറ്റവും ക്വാളിറ്റി ഉറക്കം. അത് 6 hours ആണല്ലോ. നേരെ മറിച്ച് അതിന് ബദലൊരാൾ രാവിലെ 4 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ കടന്നിട്ട് 12 മണി അല്ലെങ്കിൽ 9 മണിക്കൂറോ 10 മണിക്കൂറോ ഉറങ്ങിയാൽ അതിന് ഈക്വൽ ആവില്ല. അപ്പോൾ നമ്പർ ഓഫ് അവേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ടൈം അറ്റ് വിച്ച് യു സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ഈ ഒരു സർക്കാരിന് ഋതുമായിട്ട് കറക്റ്റ് ആകുന്നുണ്ടോ അത് ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ വളരെ മുഖ്യമാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ പലതും പഠിക്കാനുണ്ട്. മറ്റ് കോടാനുകോടി ജീവജാലങ്ങളൊക്കെ രാത്രി കറക്റ്റാണ് ഉറങ്ങുന്നത്. നമ്മൾ മാത്രം രാത്രി പാർട്ടി, രാത്രി 1 മണി 2 മണി. ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് രാത്രി 11:30 ഗുഡ് ഈവനിങ് സാർ എന്ന് പറയും. ഞാൻ അവരോട് പറയും ഗുഡ് ഈവനിങ്ങോ, ഞാൻ ഉറങ്ങി കുറേ നേരം അറിയില്ല, ഗുഡ് നൈറ്റ് കഴിഞ്ഞ് ഗുഡ് മോർണിംഗിന് കുറച്ച് നേരമേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ ഇന്നത്തെ ആളുകൾക്ക് രാത്രി 11:30 മണി 12 മണി എന്നൊക്കെ പറഞ്ഞാൽ ഗുഡ് ഈവനിങ്ങാണ്. 10 മണി 10:30 കിടക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇത്ര നേരത്തെ കിടക്കുമോ? എന്നിട്ട് ഞാൻ ചെയ്യുന്ന വേറെ പണിയുണ്ട്. ഇങ്ങനത്തെ ആളുകൾ 11:30 മണിക്ക് വിളിച്ച ആൾക്കാർക്ക് ഫോൺ എടുക്കാതെ രാവിലെ 4 മണിക്ക് തിരിച്ച് എണീറ്റ് വിളിക്കും. അതല്ല, ഇന്നലെ ഒരു മിസ് കോൾ കണ്ടല്ലോ എന്തായിരുന്നു എന്ന്. അപ്പോൾ അവർ ഭയങ്കര ഉറക്കത്തിലായിരിക്കും. ഞാൻ പറഞ്ഞ തമാശയാണെങ്കിൽ പറഞ്ഞു വന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പ് ഈസ് ബിറ്റ്വീൻ 10 to 4. യെസ്, സദസ്സിൽ നിന്നൊരാളുടെ ചോദ്യമുണ്ട്. അസ്സലാമു അലൈക്കും. നെഫ്രോളജിസ്റ്റ് ഡോക്ടറോട് ചോദ്യം ചോദിക്കുന്നത്, സാധാരണ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് സാധാരണ എഴുതി കൊടുക്കുക. എയർലി ഡിറ്റക്ഷൻ എന്നുള്ള ആൾക്ക് KFT എന്ന് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് എഴുതി കൊടുക്കും. പക്ഷെ ഒരിക്കലും ഇവിടെ ധാരാളം ഡോക്ടേഴ്സ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ACR ടെസ്റ്റ് ആരും എഴുതി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മൈക്രോ ആൽബിൻ എഴുതി കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് മനസ്സിലാക്കിയത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കിഡ്നി ഫങ്ഷൻ എന്നാൽ ACR ആണ്. എന്തുകൊണ്ടാണ് ACRന് പ്രാധാന്യം കൊടുക്കാത്തത്? വെറും ക്രിയാറ്റിൻ നോക്കിയതുകൊണ്ട് മാത്രം കിഡ്നി ഫങ്ഷൻ ആവുമോ? അസ്സലാമു അലൈക്കും. വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പേഷ്യൻസ് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്കും കിഡ്നിയുടെ ഫങ്ഷൻ്റെ ഒരു 50-60% കിഡ്നി ഫങ്ഷൻ ലോസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വലിയൊരു വൈകല്യത്തോടു കൂടിയായിരിക്കും പേഷ്യൻസ് വരുന്നത്. കാരണം ഇത് വളരെ സ്ലോ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് ഇത് ആളുകൾ ചിലപ്പോൾ തിരിച്ചറിയാൻ തന്നെ വൈകുന്നു വരും. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇടപെടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏർലി ആയിട്ടുള്ള സമയത്ത്, അതായത് ഏറ്റവും നേരത്തെ തന്നെ കിഡ്നിയിലുണ്ടാകുന്ന ഡാമേജുകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ കിഡ്നി ഫങ്ഷൻ എന്ന് പറയുന്ന സംഗതി കിഡ്നി എത്രത്തോളം ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ കിഡ്നിയുടെ ഫിൽറ്ററിങ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, അതിലെന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന്
തുടക്കത്തിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. ഇതിൽ തന്നെ നമുക്ക് 2 തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. യൂറിൻ മൈക്രോ ആൽബുമിനും ഉണ്ട്, യൂറിൻ ആൽബുമിനും ഉണ്ട്. ഇപ്പോൾ യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് മില്ലിഗ്രാം കണക്കിലുള്ള ആൽബുമിൻ വരെ നമുക്ക് യൂറിനകത്ത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ഏർലി ആയിട്ട് നമുക്ക് കിഡ്നിയുടെ അകത്ത് നിന്ന് ചെറിയ ലീക്ക് തന്നെ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഈ യൂറിൻ മൈക്രോ ആൽബുമിൻ അറിയാൻ സാധിക്കും. തന്നെയല്ല, ഇത് ഈ മൈക്രോ ആൽബുമിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കിഡ്നി ഹെൽത്തുമായിട്ട് മാത്രമല്ല ഹാർട്ട് ഹെൽത്തുമായിട്ടും സ്ട്രോക്കുമായിട്ടും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ രക്തക്കുഴലുകൾ മോശമായി തുടങ്ങുന്ന സമയത്ത് തന്നെ മൈക്രോ ആൽബുമിൻ നമ്മൾ യൂറിനകത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അപ്പോൾ യൂറിനകത്ത് ഈ മൈക്രോ ആൽബുമിൻ കണ്ടാൽ നമ്മൾ അതിനുള്ള മൈക്രോ ആൽബുമിൻ ലെവൽ കുറയ്ക്കുമെന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ നമ്മൾ ഇൻറ്റൻസീവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ യൂറിൻ മൈക്രോ ആൽബുമിൻ നമുക്ക് റിവേഴ്സ് ചെയ്യാനും അതുവഴി നമുക്ക് കിഡ്നി ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഇതിൻ്റെ ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ഡോക്ടേഴ്സിനിടയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണെങ്കിലും ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ട്. അതായത് നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് കുറവ് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രിസ്ക്രിപ്ഷൻസ് വരാത്തത്. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ അതുപോലെ ഈ ഇൻഫോർമേഷൻ ഏജിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഡോക്ടർമാരെ സമീപിക്കുന്ന ഒരു പ്രവണത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ യൂറിനകത്ത് പത കാണുക എന്നുള്ളൊരു സിംറ്റം കൂടുതൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുകയും ആ പത കണ്ട് അതിനുശേഷം യൂറിൻ്റെ ആൽബുമിനൊക്കെ സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടേഴ്സിനെ സമീപിക്കുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏർലി ആയിട്ട് നമുക്ക് ഈ അസുഖങ്ങൾ കണ്ടുപിടിച്ച് അതിനെ തടയാൻ, അതൊരു മോശം സ്റ്റേജിലേക്ക് പോകുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള അവബോധം ആളുകളിൽ ഉണ്ടാകുന്നത് വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും. നേരത്തെ ഒരാൾ അവിടുന്ന് എണീറ്റിരുന്നു. നമ്മുടെ കാർഡിയോളജിസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ അറ്റാക്കിനെ പറ്റി സംസാരിച്ചു. ദ ഫസ്റ്റ് ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് എന്ന് വേൾഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അബ്ദുറഹിമാൻ സാറ് സംസാരിച്ചത് പിന്നെ സെക്കൻഡ് ലീഡിങ് കോസ് ഓഫ് ദ ഡെത്താണ് സ്ട്രോക്ക് എന്നും പറഞ്ഞു. അതേപോലെ തന്നെ വലിയൊരു പ്രോബ്ലംസാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കിഡ്നി പ്രോബ്ലംസ്. ഇതെല്ലാം ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണെന്നും 10-20 വർഷം കൊണ്ട് വന്ന മാറ്റങ്ങളാണ് ഈ രോഗം ഇത്രയും ഉയരങ്ങളിലേക്ക് വന്നെന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾ ന്യൂട്രിയൻസിനെ റൈറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ളതാണ്. ഭക്ഷണ രീതിയിൽ 100% തെറ്റാണ്. അത് നമ്മുടെ കാർഡിയോളജിസ്റ്റ് കൃത്യമായി ലിസ്റ്റ് ചെയ്തു. കൃത്യമായിട്ട് ചോദ്യത്തിലേക്ക് വരിക. വളരെ ക്ലിയർ ആണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് രോഗം വന്ന് ചികിത്സിക്കുക അല്ല വേണ്ടത്, മറിച്ച് നമ്മൾ അതിൻ്റെ കൃത്യമായ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇവിടെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 98% നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതികൾ 100% തെറ്റാണ്. എക്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റും എക്സസ് ഓഫ് ഫാറ്റും അതിന് നമുക്ക് വേണ്ട മിനറൽസും വിറ്റാമിൻസും കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലംസ് സമൂഹത്തിൽ ടോട്ടലി നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. വളരെ നല്ല പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച നടന്നതിൻ്റെ ഒരു ബ്രീഫ് മൂപ്പര് ഒരു കൺക്ലൂഷൻ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ നല്ലതാണ്. ഈ പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം മാത്രം എടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫുഡ്. ഞാൻ ആക്ച്വലി എന്നോട് പല ആളുകളും ഫുഡിനെ പറ്റി, കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫുഡാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഫുഡ് ആക്ച്വലി അതിൻ്റെ പ്രൊപ്പോർഷനിൽ കഴിക്കുകയാണെങ്കിൽ എല്ലാം കഴിക്കാമെന്നാണ് ഞാൻ പറയാറ്. ചില ആൾക്കാർ ഈ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിൻ്റെ തലേ ദിവസം 4 കല്യാണത്തിന് പോയി 4 ബിരിയാണി കഴിച്ച് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കും ബിരിയാണി കാണാൻ പാടുണ്ടോ, ബിരിയാണി തൊടാൻ പാടുണ്ടോ, ബിരിയാണിൻ്റെ നെയ്യ് നമുക്ക് തലയിൽ തേക്കാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ എക്സ്ട്രീമാണ്. നമ്മൾ പ്രശ്നം വരുന്നത് വരെ ഭയങ്കര ഒരു ശ്രദ്ധയില്ലാതെ അങ്ങ് ജീവിക്കും. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം കെയർ. എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ സങ്കടമായിട്ട്, ഡോക്ടറെ ഞാൻ 10 കൊല്ലമായി, അന്ന് നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഇതുവരെ ബിരിയാണി കഴിച്ചിട്ടില്ല. ഞാൻ പടച്ചോ, നിങ്ങൾ ബിരിയാണി കഴിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പം തന്നെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം അത് തിന്നിട്ട് പോയാൽ മതിയാണ്. അപ്പോൾ ആക്ച്വലി ഈ മനുഷ്യന്മാർ മനസ്സിലാക്കുന്നതിൽ തെറ്റാ. മൂപ്പര് പറഞ്ഞ പോലെ ഈ ഫുഡ് അള്ളാഹുവിനെ അറിയാത്ത കാര്യമല്ലല്ലോ. ഇത് മുഴുവൻ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, രോഗം സൃഷ്ടിച്ചതെന്നാണ്, ഭക്ഷണം നമുക്ക് ഇറക്കി തന്ന അള്ളാഹുവാണ്. അപ്പോൾ അതിൽ ഏത് പാടില്ല എന്നുള്ളത് പടച്ചോൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചില ആൾക്കാർ പറയും, പ്രത്യേകിച്ച് ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യമാരാണ് കൂടുതൽ നമ്മളെ പ്രഷർ ചെയ്യുക. സാറേ നിങ്ങൾ പറയണം, സാറേ നിങ്ങൾ പറയണം, മൂപ്പര് മട്ടൻ. ഞാൻ പറഞ്ഞ് മട്ടൻ പടച്ചോൻ ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഹറാമാക്കുക?
ചിക്കൻ പടച്ചോൻ ഹലാലാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് പടച്ചോൻ പറഞ്ഞ മാതിരി കഴിക്കുക, ഫുള്ള് വയറ് കഴിക്കരുത്. നിങ്ങൾക്ക് അറിയോ, ഈ ജപ്പാനിലൊരു ഇതുണ്ട്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ഒരു ജനത ആരാച്ചാൽ ജാപ്പനീസാണ്. 100 വയസ്സിൻ്റെ മേലെ ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുള്ളത് ജപ്പാനിലാണ്. അപ്പോൾ അവരുടെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു റൂളുണ്ട്, റൂൾ ഓഫ് 80. അതിന് ജാപ്പനീസിലൊരു പേരുണ്ട്, അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അവരൊരിക്കലും അവരുടെ വയറ് 80% മേലെ ഫില്ല് ചെയ്യാനില്ല. പക്ഷേ അള്ളാൻ്റെ റസൂൽ പറഞ്ഞില്ല നിങ്ങൾ 1/3 ഭക്ഷണം കഴിക്കും, 1/3 ഭക്ഷണം കഴിക്കും. അപ്പം അവർ ജപ്പാനീസ് 100 വയസ്സിൽ കൂടുതൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഒരു ഇക്കിക്കായി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്കൊക്കെ വായിക്കാം. അതിൻ്റെ രഹസ്യം പറയുന്നത് 80% റൂളാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് 66.666% പറഞ്ഞു. അപ്പോൾ ജപ്പാനേക്കാളും കൂടുതൽ 100 120% നമ്മൾ പോകുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പോലെയാണെങ്കിൽ. മട്ടൻ കഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, നെയ്യ് കഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, ബിരിയാണി കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അത് കഴിക്കേണ്ട പ്രൊപ്പോർഷനിൽ കഴിക്കണം. പിന്നെ മൂപ്പര് പറഞ്ഞ ഒരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഭക്ഷണത്തിൽ ഇന്ന് നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ ഇറച്ചി മീനുമാണ് ഭയങ്കര കേടെന്ന് പറയുന്നത്. ആക്ച്വലി ഇന്നത്തെ കാലം അത് പട്ടിണിയായിരുന്ന കാലത്തുള്ള ഇതാണ്. ഇന്നത്തെ കാലത്ത് പട്ടിണി മാറി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ഈ കാലത്ത് ഏറ്റവും വലിയ ശത്രു കാർബോഹൈഡ്രേറ്റ് ആണ്. ആക്ച്വലി ഞാനിപ്പോൾ ആളുകളോട് പറയാം, രാവിലെ നിങ്ങൾ മുട്ട മാത്രം കഴിക്കുക, ഒരു 4 മുട്ട 5 മുട്ട വേണം കഴിച്ചോ. ഉച്ചയ്ക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ രാത്രി വേണമെങ്കിൽ ചിക്കൻ മാത്രം കഴിച്ചോ. ഇതൊക്കെ എന്താ വെച്ചാൽ പ്രോട്ടീനാണ്. ഇന്ന് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഡെഫിഷ്യൻസി പ്രോട്ടീനും നമ്മുടെ ഭക്ഷണത്തിലുള്ള കൂടുതൽ കാർബോഹൈഡ്രേറ്റുമാണ്. അതിനെപ്പറ്റി ഭക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വേറൊരു പ്രോഗ്രാം തന്നെ നടത്താം. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ടത്, 1 നമ്മുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, 2 നമ്മൾ കഴിക്കുന്നതിൽ പ്രോട്ടീൻ കൂട്ടുക, 3 നമ്മൾ കഴിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, പിന്നെ ഇതിനനുസരിച്ച് വ്യായാമം ചെയ്യുക. അതാണ് ഒരു ഐഡിയൽ ഫുഡ്. ആക്ച്വലി വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. നമ്മുടെ ഈ ഒരു സെഷൻ നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ അവസാനിപ്പിക്കുകയാണ് താൽക്കാലികമായിട്ട്. നമുക്ക് ഓൺലൈനിലോ മറ്റോ സാധ്യമാകുന്നെങ്കിൽ ഒരുമിച്ചിരിക്കാം. ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ പ്രൊഫഷണൽസാണ്, ദീനി രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മുടെ ഒരു ആയുസ്സും സമയവും ഒക്കെ നമുക്കൊരു ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വലിയൊരു റോളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും, പാനലിസ്റ്റുകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.